നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇക്കായി ഒന്നിലെ പാഠഭാഗം ഒന്നിലെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇക്കായി ദോ പാഠം 2 ചാന്ദിക്കെ സാത്ത് എന്ന പാഠവുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്കത് നോക്കിയാലോ. സീന ശ്യാമുക്കോ ക്യാ ബനാത്തി ഹേ. സീന വൈകുന്നേരം എന്താണ് ഉണ്ടാക്കിയത്? സ്കൂൾ കഴിഞ്ഞ് വന്ന് സീന ഒരു കാര്യം ഉണ്ടാക്കിയില്ലേ? എന്താണ് ഉണ്ടാക്കിയത്? അതാണ് ഇവിടുത്തെ ചോദ്യം. ക്യാ ബനാത്തി ഹേ? പതംഗ്. പതംഗാണ് അവൾ ഉണ്ടാക്കിയത്. പതംഗ് എന്ന് വെച്ചാൽ പട്ടം. എന്താണ് പതംഗ്? സീനാക്കി പതംഗ് കൈസി ഹേ. എങ്ങനെയുണ്ട് സീനയുടെ പട്ടം കാണാൻ? എങ്ങനെയാണ് സീനയുടെ പട്ടം? സുന്ദർ അല്ലേ? നല്ല ഭംഗിയുള്ളതാണ്. സുന്ദർ എന്ന് വെച്ചാൽ സുന്ദരം, ഭംഗിയുള്ള. സുന്ദർ. സീന ഓർ പതംഗ് കബ് ഖുഷ് ഹേ. സീനയും അതുപോലെ തന്നെ പട്ടവും എപ്പോഴാണ് സന്തോഷിച്ചത്? എപ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടായത്? ഉടുത്തേ സമയം. പട്ടം ഇങ്ങനെ മുകളിലേക്ക് പറന്നില്ലേ ആ സമയത്ത്? ഉടുത്തേ സമയം എന്ന് വെച്ചാൽ മുകളിലേക്ക് പറന്ന ആ സമയത്ത്. പതംഗ് കഹാന്തി. പട്ടം എവിടെ പോയി? പതംഗ് കഹാന്തി എന്ന് വെച്ചാൽ പട്ടം എവിടെ പോയി? പതംഗ് കഹാം ദി. പതംഗ് പേട് പർദി. ആ പട്ടം ഇങ്ങനെ മുകളിലേക്ക് പറത്തി വിട്ടില്ലേ? അപ്പോൾ ആ പട്ടം എവിടെ പോയി? പതംഗ് പേട് പർദി. അതിൻ്റെ അർത്ഥമാണ് പതംഗ് മരത്തുമേലായി, മരത്തിൻ്റെ മേലെ വന്നു വീണു അല്ലേ? പതംഗ് പേട് പർദി എന്ന് വെച്ചാൽ പട്ടം മരത്തിൻ്റെ മേൽ ആയിരുന്നു. പിതാജീനെ ക്യാ കിയ. അച്ഛൻ എന്താണ് ചെയ്തത്? നമ്മുടെ സീനയുടെ അച്ഛൻ എന്താണ് ചെയ്തത്? പിതാജീനെ ക്യാ കിയ. പിതാജീനെ നെയ് പതംഗ് ബനായി. അതായത് സീനയുടെ അച്ഛൻ പുതിയ പട്ടം ഉണ്ടാക്കി. പിതാജീനെ നെയ് പതംഗ് ബനായി എന്ന് വെച്ചാൽ സീനയുടെ അച്ഛൻ പുതിയ പട്ടം ഉണ്ടാക്കി. ഇനി ഇവിടെ കുറച്ച് വാഹനങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഇനി അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർ, ബസ്, റെയിൽഗാഡി, സ്കൂട്ടർ, റിക്ഷ, നാവ്, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ, വിമാൻ, ജഹാസ്. കിസ്കി സാത്ത് ഗയേ എന്ന് വെച്ചാൽ ആരുടെയൊക്കെ ഒപ്പമാണ് പോയതെന്നാണ് ഇവിടെ ചോദിച്ചത്. മാതാജി. മാതാജി എന്ന് വെച്ചാൽ അമ്മ. പിതാജി. പിതാജി അച്ഛൻ. ബഹൻ സഹോദരി. ബായി സഹോദരൻ. ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 19 എടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്കായി പഠിക്കാം. യൂണിറ്റ് 2 രണ്ടാമത്തെ പാഠം പഠിക്കാം. ഇക്കായി 2ൻ്റെ യൂണിറ്റ് 2ൻ്റെ പേരെന്താണ്? ചാന്ദ് കെ സാത്ത്. ചാന്ദ് കെ സാത്ത് എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ കൂടെ. ചന്ദ്രൻ അമ്പിളിമാമൻ കേട്ടിട്ടില്ലേ? ചന്ദ്രൻ്റെ കൂടെ. ചാന്ദ് കെ സാത്ത് എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ കൂടെ. ഇനി നമുക്കൊരു ചിത്രം നോക്കാം. ആ പാഠത്തിൽ ഒരു ചിത്രം കാണുന്നുണ്ട് ഇല്ലേ? ഇനി നമുക്കത് നോക്കിയാലോ. ക്യാ ഹുവാ. ക്യാ ഹുവാ എന്ന് വെച്ചാൽ എന്താണ് പറ്റിയത്? ക്യാ ഹുവാ എന്താണ് പറ്റിയത്? ചിത്രമേം ക്യാ ക്യാ ഹേ. ഇനി ചിത്രം നോക്കണേ. ചിത്രമേ ക്യാ ക്യാ ഹേ എന്ന് വെച്ചാൽ ചിത്രത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? ചിത്രത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? ചിത്രമേം ക്യാ ക്യാ ഹേ. എന്താണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്? ഒരു ആൺകുട്ടി വീണ് കിടക്കുന്നത് അല്ലേ? ആൺകുട്ടി എന്ന് വെച്ചാൽ ലടുക്ക. ലടുക്ക. ലടുക്ക എന്ന് വെച്ചാൽ ആൺകുട്ടി. എവിടെയാണ് വീണ് കിടക്കുന്നത്? ആ ആൺകുട്ടി, ആ ലടുക്ക എവിടെയാണ് വീണ് കിടക്കുന്നത്? റോട്ടിലല്ലേ? സടക്ക് പർ ഗിര. സടക്ക് പർ ഗിര. സടക്ക് എന്ന് വെച്ചാൽ റോഡ്, ഗിര എന്ന് വെച്ചാൽ വീണു. സടക്ക് പർ ഗിര എന്ന് വെച്ചാൽ റോട്ടിൽ വീണു. സടക്ക് എന്ന് വെച്ചാൽ റോഡ്. കൈസേ ഗിര. എങ്ങനെയാണ് വീണത്? കൈസേ ഗിര. എങ്ങനെയാണ് വീണത്? സൈക്കിൾ സേ ഗിര. എങ്ങനെയാണ് വീണത്? സൈക്കിളിൽ നിന്നാണ് വീണത്. സൈക്കിൾ സേ ഗിര എന്ന് വെച്ചാൽ സൈക്കിളിൽ നിന്ന് വീണു. ലടുക്ക ഗിര. ലടുക്ക ഗിര. ലടുക്ക ഗിര എന്ന് വെച്ചാൽ ആൺകുട്ടി വീണു. ലടുക്ക ഗിര ആൺകുട്ടി വീണു. എവിടെയാണ് വീണത്? സടക്ക് പർ ഗിര. റോട്ടിലല്ലേ? സടക്ക് പർ ഗിര. ലടുക്ക ഗിര സടക്ക് പർ ഗിര. സൈക്കിൾ സേ ഗിര. എവിടെ നിന്നാണ് വീണത്? സൈക്കിളിൽ നിന്നല്ലേ? അപ്പോൾ സൈക്കിൾ സേ ഗിര. ലടുക്ക സടക്ക് പർ സൈക്കിൾ സേ ഗിര. ആൺകുട്ടി റോട്ടിൽ സൈക്കിളിൽ നിന്ന് വീണു. ലടുക്ക സടക്ക് പർ സൈക്കിൾ സേ ഗിര. ഞാൻ ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. എങ്ങനെയായിരിക്കും ആ കുട്ടി വീണുണ്ടാവുക? അങ്ങനെ താഴെ വീഴാൻ എന്തായിരിക്കും കാരണം? നോക്കിയേ ആ ചിത്രം. സടക്ക് പർ ക്യാ ക്യാ ഹേ. റോട്ടിൽ എന്തെല്ലാമാണ് ഉള്ളത്? ക്യാ ക്യാ ഹേ. അവിടെ എന്തെല്ലാം ഉണ്ട്? നമുക്കൊന്ന് നോക്കിയാലോ. പശുവുണ്ട്. പശുവിനെ നമ്മൾ ഹിന്ദിയിൽ ഗായ് എന്നാണ് പറയുക.
എന്തെന്നാണ് പശുവിനെ പറയുക? ഗായ്. സടക്ക് കെ കിനാരെ ക്യാ ക്യാ ഹെ. റോഡിൻ്റെ ഇരുവശങ്ങളിൽ, അതായത് റോഡിൻ്റെ വശങ്ങളിൽ എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്? അവിടെ ഒരു വലിയ ബോർഡ് കാണാം. അതിലെന്താണ് കാണുന്നത്? വിജ്ഞാപനല്ലേ. വിജ്ഞാപൻ എന്ന് വെച്ചാൽ പരസ്യം. നമ്മളെന്താണ് കാണുന്നത്? വിജ്ഞാപൻ, പരസ്യം. ഇനി നമുക്ക് ആ ബോർഡുമ്പോൾ നോക്കുമ്പോൾ, അതായത് ആ വിജ്ഞാപനം നോക്കുമ്പോൾ അതിലെന്താ കാണുന്നത്? എന്തിൻ്റെ പരസ്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? സാബുൻ അല്ലേ, സാബുൻ്റെ അല്ലേ. സാബുൻ എന്ന് വെച്ചാൽ സോപ്പ്, സോപ്പിൻ്റെ പരസ്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാബുൻ, സോപ്പ്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പൗദാ ഹെ, പൗദ എന്ന് വെച്ചാൽ ചെടികൾ. പേട് ഹെ, മരങ്ങൾ കാണുന്നുണ്ട് ഇല്ലേ. പേട് ഹെ, മരങ്ങൾ കാണുന്നുണ്ട്. കൈസേ ഹുവ, എങ്ങനെ സംഭവിച്ചു? ആ കുട്ടി എങ്ങനെയാണ് അവിടെ വീണത്? കൈസേ ഹുവ എന്ന് വെച്ചാൽ എങ്ങനെ സംഭവിച്ചു. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് ചെയ്യാം. താളികാക്കി പൂർത്തീകരേം, അതായത് ആ ഭാഗം പൂരിപ്പിക്കണം, വിട്ടുപോയത് പൂരിപ്പിക്കണം. അതിൻ്റെ താഴെ ഒരു വട്ടത്തിൽ നമുക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാറ്, ബസ്, സൈക്കിൾ, നാവ്, റെയിൽ ഗാഡി, വിമാൻ, ജഹാസ്, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കാറ് തന്നെ, ബസ്, പിന്നെ സൈക്കിള്, നാവ് എന്ന് വെച്ചാൽ തോണി, പിന്നെ റെയിൽ ഗാഡി എന്ന് വെച്ചാൽ ട്രെയിൻ, വിമാൻ എന്ന് വെച്ചാൽ വിമാനം, ജഹാസ് എന്ന് വെച്ചാൽ കപ്പൽ. പിന്നെ അതിൻ്റെ താഴെ ലിഗേം കഹാം ചൽത്തി ഹെ, എവിടെയാണ് ഇത് ഓടുന്നത്? ഇപ്പോൾ വിമാനം വെച്ചാൽ ആകാശത്തിൽ കൂടെയല്ലേ പോവുക. അപ്പോൾ അതുപോലെ തന്നെ കാറഞ്ച റോട്ടിൽ കൂടെ. അപ്പോൾ അത് ഏതിൽ കൂടെയാണ് പോകുന്നത്? ഒരു ഭാഗത്ത് സടക്ക് പർ എഴുതിയിട്ടുണ്ട്, റോട്ടിൽ കൂടെ. റെയിൽ പർ മറ്റേ പാളത്തിൽ കൂടെ. ആകാശമേ, ആകാശത്തിൽ കൂടെ. പാനീമേ, വെള്ളത്തിലൂടെ. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ പോണ വാഹനങ്ങളുടെ പേര് എഴുതിയിട്ട് നമുക്ക് പൂരിപ്പിക്കണം. അപ്പോൾ സടക്ക് പർ എന്തൊക്കെയാണ് പോവുക? കാർ, ബസ് പോവും അല്ലേ. കാറ്, ബസ്, സൈക്കിൾ, ഈ മൂന്നുമാണ് സടക്കിൽ പോവുക, റോട്ടിൽ കൂടെ പോവുക. റെയിൽ പർ, പാളത്തിൽ കൂടെ എന്താ പോവുക? റെയിൽ ഗാഡി, ട്രെയിനാണ് പോവുക. പിന്നെ ആകാശത്തിൽ കൂടെയോ? വിമാനം, ആകാശത്തിൽ കൂടെ പോണത് വിമാനാണ്. ആകാശമേം വിമാൻ. പാനീമേം, വെള്ളത്തിലോ? നാവും ജഹാസും, തോണി, വള്ളം, വഞ്ചി, അതാണ് നാവും ജഹാസ് എന്ന് വെച്ചാൽ കപ്പൽ. ഇത് രണ്ടും വെള്ളത്തിൽ കൂടിയാണ് പോവുക. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. ചിത്ര ദേഖേം താളികാക്കി പൂർത്തീകരേം. ചിത്രം നോക്കുക, എന്നിട്ട് താളിക പൂർത്തിയാക്കുക, അതായത് ആ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാം. ഗായ് എന്ന് വെച്ചാൽ പശു. ബസ് എന്ന് വെച്ചാൽ ബസ്. കാർ എന്ന് വെച്ചാൽ കാർ. പേട് എന്ന് വെച്ചാൽ മരം. ഫൂൽ എന്ന് വെച്ചാൽ ഫ്ലവർ, പൂവ്. പൗദ എന്ന് വെച്ചാൽ ചെടികൾ. സൈക്കിൾ എന്ന് വെച്ചാൽ സൈക്കിൾ. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ. അതിൻ്റെ ഇപ്പുറത്ത് സടക്ക് പർ, റോഡിൽ കൂടെ. സടക്ക് കെ കിനാരെ എന്ന് വെച്ചാൽ റോഡിൻ്റെ ഇരുവശങ്ങളിൽ, അതായത് അരികിൽ, വശത്തു കൂടെ ഉള്ളത്. ആ ചിത്രം നോക്കിയിട്ട് റോഡിലുള്ളതും അതുപോലെ തന്നെ റോഡിൻ്റെ അരികിലുള്ളതും എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. അപ്പോൾ സടക്കിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? കാർ കാണുന്നുണ്ട്, സൈക്കിളുണ്ട്, ബസ്സുണ്ട് അല്ലേ. സൈക്കിൾ ഒരു കുട്ടി ഓടിച്ചു പോണതും കാണുന്നുണ്ട്. അപ്പം നമ്മൾ സടക്ക് പറിൽ എഴുതേണ്ടത് ബസ്, കാർ, സൈക്കിൾ, ഇത് മൂന്നാണ് നമ്മൾ റോട്ടിൽ കാണുന്നത്. അപ്പോൾ സടക്ക് പറിൽ ഇതെഴുതണം. സടക്ക് കെ കിനാരെ, റോഡിൻ്റെ വശങ്ങളിൽ കാണുന്നത് എന്തൊക്കെയാ? ഫൂൽ കാണുന്നുണ്ട്, പൗദ കാണുന്നുണ്ട്, പേട്, ഗായ്. എന്തൊക്കെയാ? ഗായ്, പേട്, ഫൂൽ, പൗദ. ഇതാണ് നമ്മൾ റോഡിൻ്റെ അരികിൽ കാണുന്നത്. അപ്പോൾ സടക്ക് കെ കിനാരയിൽ നമ്മൾ ഗായ് എഴുതും, പേട് എഴുതും, ഫൂൽ എഴുതും, പൗദ എഴുതും. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. കല ഓർ കമല ദോസ്ത് ഹെ. കലയും അതുപോലെ തന്നെ കമലയും രണ്ടുപേരും സുഹൃത്തുക്കളാണ്. കമല കലം സെ പാട് ലിഖ്തി ഹെ. കമല പേന കൊണ്ടാണ് പാഠങ്ങളൊക്കെ എഴുതുന്നത്. റാണി ഓർ മീന നൽ സെ പാനി ലേത്തി ഹെ. റാണിയും അതുപോലെ തന്നെ മീനയും പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നുണ്ട്. ഇങ്ങനൊരു കാര്യം നമുക്ക് എഴുതിയത് കാണാം, ഒരു റൗണ്ടിൻ്റെ ഉള്ളിലായിട്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ക കോമ മ കോമ ല കോമ ന എന്നെഴുതിയതും കാണാം. അതിനുശേഷം അക്ഷർ ആനെ വാലെ ശബ്ദ ലിഖേം. ഇങ്ങനത്തെ അക്ഷരങ്ങൾ വരുന്ന ശബ്ദങ്ങൾ നമ്മൾ എടുത്തിട്ട് എഴുതണം.
അതിൻ്റെ താഴെ ക, മ, ല, ന ഇങ്ങനെ എഴുതിയിട്ടുണ്ട് താഴേക്ക്. ഇത് നമുക്ക് അതേപോലെ അക്ഷരങ്ങൾ വരുന്ന വാചകങ്ങൾ എടുത്തിട്ട് എഴുതണം. ഇപ്പോൾ കാക്കി നേരെ കമല എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കല, കലം ഈ 3 വാക്കും കാക്കി നേരെ വരുന്നുണ്ട്. ഇനി അതുപോലെ മായും ലായും നായും വരുന്ന വാക്കുകൾ നമ്മൾ എടുത്തിട്ട് എഴുതണം. കാ വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് മാ വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതാം. മാ വെച്ചിട്ടുള്ള വാക്ക് നമ്മളിവിടെ കാണുന്നത് മീന എന്നാണ്. എന്തെന്നാണ്? മീന. മാ വെച്ചിട്ട് തുടങ്ങുന്ന വാക്കാണ് മീന. ഇനി ലാ വെച്ചിട്ട് തുടങ്ങുന്ന വാക്കാണ് ലിഗ്തി. എന്താണ്? ലിഗ്തി. പിന്നെ അടുത്ത വാക്ക് ലേത്തി. രണ്ടാമത്തെ വാക്കാണ് ലേത്തി. ഇനി നാ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ വാക്കുകളാണ് കാണുന്നത്? ഇതിൽ നൽ അല്ലേ? നൽ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നുണ്ട് നാ വെച്ചിട്ട്. ഇത്രയുമാണ് ഇതിലുള്ളത്. സ്റ്റാൻഡേർഡ് 5 കൈറ്റ് വിക്ടേഴ്സ് ഓൺലൈൻ ക്ലാസ് 7 നമ്മൾ ഇന്ന് പഠിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.